മന്ത്രിയുമായിട്ടുള്ള മന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി പാലക്കാടിൽ ജനങ്ങളെ മുഴുവൻ ആണും വെട്ടുന്നിട്ട് എന്നാണ് നപുംസകൻ ഞാൻ പഠിച്ച മലയാളം. അദ്ദേഹം കൊല്ലത്തുകാരനായിട്ടുള്ള സുരേഷ് ഗോപിന്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ജനങ്ങളെ മുഴുവൻ രാഷ്ട്രീയം അധികം പറഞ്ഞോട്ടെ വിരോധമില്ല, പാലക്കാടുകാരെ മാത്രം ആണും പെണ്ണും കെട്ടവൻ പറഞ്ഞ സുരേഷ് ഗോപിയാണ് ആണും പെട്ടും കെട്ടവൻ. ഞങ്ങളല്ല പാലക്കാടുകാരല്ല ആണും പെട്ടും കെട്ടവൻ, ഇവിടെ ആണുങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ കാലുകുത്താൻ അയക്കാതെ ജനങ്ങൾ, പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് പാലക്കാട്. നിങ്ങൾ ഏത് മെനക്കെട്ടാലും പാലക്കാട് നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും നിങ്ങളെ ഇവിടെ വേരുകുത്താൻ അയക്കില്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അല്ല, പാലക്കാട് ആക്ഷേപിച്ചുകൊണ്ട് സുരേഷ് ഗോപി വലിയ പ്രമാണിയാവണ്ട. ആ അദ്ദേഹത്തിന്റെ പാലക്കാട് ആക്ഷേപിച്ചതിന് അതിനാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ അതിശയമില്ല. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇതിന്റെ മുൻപുള്ള തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു സോമാലിയ പോലെയാണ് കേരളം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച നരേന്ദ്രമോദിന്റെ കൂടെ ഇരിക്കുന്ന മന്ത്രിയാണ് കേരളത്തിലെ പാലക്കാടിലെ ജനങ്ങളെ നപുംസം എന്ന് പറയാൻ ആക്ഷേപിച്ചെങ്കിൽ ഇതിനപ്പുറം ഇന്ന് ഒരു ബി.ജെ.പിയുടെ നേതാക്കന്മാർ പറയുന്നു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നായ്ക്കൾ എന്നാ പറയുന്നത്. സെൻകുമാർ ആയിട്ടുള്ള പഴയ DGP റിട്ടയർഡ് ആയ അപ്പം ഈ ബി.ജെ.പിക്കാർ മുഴുവൻ നായ്ക്കളെ വഴി ഉപയോഗിക്കും കേരളത്തിലെ ജനങ്ങളെ. പാലക്കാടുകാരെ ആണും വെട്ടക്കരയിൽ ഉപയോഗിക്കുന്നു. അവരുടെ പ്രധാനമന്ത്രി ഇവർ സോമാലിയെ പോലെ ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണെന്ന് ഉപയോഗിക്കുന്നു. ഇത്രത്തോളം ആക്ഷേപിക്കുന്ന ഇത്തരക്കാർക്കെതിരെ പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധത്തിൽ എത്തിച്ചേർന്ന എല്ലാ